കഴിഞ്ഞ ദിവസം പശ്ചിമബംഗാളിൽ എത്തിയ അമിത്ഷാ സുദീർഘമായ ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ട്. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ബംഗ്ലാദേശികളായ നുഴഞ്ഞുകയറ്റക്കാരെ കുറിച്ച് സംസാരിക്കാനായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്ത് അനവധി ബംഗ്ലാദേശികളായ നുഴഞ്ഞുകയറ്റക്കാരുണ്ട്, അവരെല്ലാം തന്നെ പുറത്താക്കും. കേന്ദ്രം അത്തരമൊരു നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ആ നടപടികളെ തടസ്സപ്പെടുത്തുവാനും തടയുവാനുമായും തുനിയേണ്ട എന്നൊരു മുന്നറിയിപ്പ് കൂടി അമിത്ഷാ പശ്ചിമ ബംഗാളിൽ നൽകുകയുണ്ട്. നമുക്കറിയാം, തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ കേന്ദ്രത്തിന്റെ നീക്കത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. SIR നടപ്പാക്കാനും മറ്റും അനുവദിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ SIRന്റെ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് കാര്യങ്ങൾ. ഒപ്പം തന്നെ അമിത്ഷാ പറഞ്ഞൊരു കാര്യം, ഇത്തരത്തിൽ നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാൻ BJP കൊണ്ട് മാത്രമേ കഴിയൂ. കാരണം രാജ്യസ്നേഹമുള്ള പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കും മാത്രമാണ് ഇത്തരം നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാൻ കഴിയും. ബാക്കിയുള്ളവർ അവരെ കണ്ണടക്കുകയും വോട്ട് ബാങ്കാക്കി മാറ്റുകയുമാണ് ചെയ്തത്. പക്ഷേ ഇത് രാജ്യത്ത് വലിയ സുരക്ഷാ ഭീഷണികളാണ് ഉണ്ടാക്കുന്നത്. ഒപ്പം തന്നെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ അനിശ്ചിതാവസ്ഥ സൃഷ്ടിക്കുന്നതിനും ഇത്തരം നുഴഞ്ഞുകയറ്റക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടി അമിത്ഷാ പറയുന്നത്. അതായത് വലിയ രീതിയിൽ ഉള്ള ഒരു പുറത്താക്കലിലേക്ക് കേന്ദ്രം നീങ്ങുന്നു എന്നൊരു വ്യക്തമായ സൂചനയാണ് കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിൽ ശ്രീ അമിത്ഷാ നൽകിയത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.